ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതമാഹാത്മ്യം 6-ാം അധ്യായം. റിവിഷൻ. കുമാരാ ഊചുഹു അഥ തേ സംപ്രവക്ഷ്യാമഹ സപ്താഹശ്രവണേ വിധിം സഹായൈർവസുഭിശ്ചൈവ പ്രായഃ സാധ്യോ വിധി സ്മൃതഃ. സനകാദികൾ പറയാണ്, സപ്താഹശ്രവണ വിധിയാണ് ഇനി പറയാൻ പോകുന്നത്. പലരുടെയും സഹായം അതിനായിട്ട് വേണം, ധാരാളം ധനവും വേണം, എങ്കിലേ ആ വിധിപ്രകാരം സപ്താഹം നടത്തുവാൻ സാധ്യമാകൂ. ദൈവജ്ഞം തു സമാഹൂയ മുഹൂർത്തം പൃച്ഛയത്നതഃ വിവാഹേ യാദൃശം വിത്തം താദൃശം പരികൽപ്പയേത്. ഒരു ജ്യോതിഷിയെ ക്ഷണിച്ച് അദ്ദേഹത്തെ കൊണ്ട് സപ്താഹം ആരംഭിക്കുന്നതിനുള്ള മുഹൂർത്തം നിശ്ചയിപ്പിക്കേണ്ടതാണ് ആദ്യത്തെ കാര്യം. വിവാഹത്തിനും മറ്റും ചെലവാക്കുന്നത് പോലെ ലോഭമില്ലാതെ പണം ചെലവാക്കണം. നഭസ്യ ആശ്വിനോർജൗ ച മാർഗശീർഷശുചിർനഭഃ ഏതേ മാസാഃ കഥാരംഭേ ശ്രോതॄണാം മോക്ഷസൂചകാഃ. 3ഉം 4ഉം മാസാനാം വിപ്രഹേയാനി താനി ത്യാജ്യാനി സർവഥാ സഹായാശ്ചേതരേ തത്ര കർത്തവ്യാഃ സോദ്യമാശ്ചയേ. നഭസ്യ എന്ന് പറയുന്നത് ഭാദ്രപദം, ആശ്വിനം, ഊർജം അഥവാ കാർത്തിക, അത് മാർഗശീർഷത്തില്, ശുചി അഥവാ ആഷാഢം, അതായത് ശ്രാവണത്തില് എന്നീ 6 ചാന്ദ്രമാസങ്ങളിലെ സപ്താഹം ആരംഭിക്കുന്നത് ശ്രോതാക്കൾക്ക് മോക്ഷത്തിന് ഉതകും. ഈ മാസങ്ങളിൽ ത്യാജ്യങ്ങളായിട്ടുള്ള ദിവസങ്ങളുമുണ്ട്, ആ ദിവസങ്ങളിൽ ആരംഭിക്കരുത്. ഇതിനാണ് ജ്യോതിഷിയുടെ ആവശ്യം വരുന്നത്. സപ്താഹത്തിൽ ഉത്സാഹമുള്ളവരുടെ സഹായം തേടാവുന്നതാണ്. ദേശേ ദേശേ തഥാസേയം വാർത്താ പ്രേഷ്യ പ്രയത്നതഃ ഭവിഷ്യതി കഥാചാത്ര ആഗന്തവ്യം കുടുംബിഭിഃ. ആ സപ്താഹം നടത്തുന്നുണ്ടെന്ന വാർത്ത നാട്ടിലെല്ലാം പ്രചരിപ്പിക്കണം. കുടുംബസമേതം വരുവാൻ ക്ഷണിക്കുകയും വേണം. 6-10 ദൂരേ ഹരികഥാഃ കേചിദ് ദൂരേ ചാച്യുത കീർത്തനാഃ സ്ത്രിയഃ ശൂദ്രാദയോ യേ ച തേഷാം ബോധോ യതോ ഭവേത്. ദേശേ ദേശേ വിരക്തായേ വൈഷ്ണവാഃ കീർത്തനോത്സുകാഃ തേഷ്വേവ പത്രം പ്രേഷ്യം ച തല്ലേഖനമിതീരിതം സതാം സമാജോ ഭവിതാ സപ്തരാത്രം സുദുർലഭഃ അപൂർവരസരൂപൈവ കഥാ ചാത്ര ഭവിഷ്യതി. ശ്രീഭാഗവത പീയൂഷപാനായ രസലംപടാഃ ഭവന്തശ്ച തഥാ ശീഘ്രം ആയാത പ്രേമതൽപരാഃ നാവകാശ കദാതിച്ഛേദ്ദിനമാത്രം തഥാപി തു സർവഥാഗമനം കാര്യം ക്ഷണോത്രൈവ സുദുർലഭം. ചിലർക്ക് ഹരികഥ കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ല, ചിലർക്ക് ഭഗവത് കീർത്തനം ഒരു ശല്യമാണ്. കഥാവിമുഖരായിട്ടുള്ള ഇത്തരക്കാരെയും സ്ത്രീ ശൂദ്രാദികളെയും ഇതിൻ്റെ മാഹാത്മ്യം ബോധ്യപ്പെടുത്തണം. വിരക്തരും വൈഷ്ണവരും കഥാശ്രവണത്തിന് അവസരം തേടുന്നവരുമായിട്ടുള്ള ജനങ്ങളുണ്ട്. അവർക്ക് ക്ഷണപത്രം തന്നെ അയക്കണം. അതിദുർലഭമായിട്ട് മാത്രം ലഭിക്കുന്ന അസജ്ജന സംസർഗവും ഭാഗവത സപ്താഹവും ഇവിടെ നടക്കുകയാണ്. അല്ലയോ ഭാഗവത കഥാമൃതം പാനം ചെയ്ത് അതിൻ്റെ രസം ആസ്വദിക്കാൻ ഉത്സുകരായവരെ, ഭവാന്മാർ ദയവായിട്ട് ആ സപ്താഹത്തിന് സന്നിഹിതരാവണം. 7 ദിവസവും അവസരമില്ലെങ്കിൽ 1 ദിവസമെങ്കിലും വരണം. ഇതൊരു അപൂർവ അവസരമാണെന്ന് അറിയാമല്ലോ. ഇപ്രകാരമാണ് അതിൽ ക്ഷണിക്കേണ്ടത്. ഏവമാകാരണം തേഷാം കർത്തവ്യം വിനയേന ച ആഗന്തുകാനാം സർവേഷാം വാസസ്ഥാനാനി കൽപ്പയേൽ. വളരെ വിനയത്തോടു കൂടിയിട്ട് ക്ഷമിക്കണം. വന്നെത്തുന്ന ശ്രോതാക്കൾക്ക് ആ വാസസ്ഥാനം ഏർപ്പാട് ചെയ്യുകയും വേണം. 12-15 തീർത്ഥേ വാപി വനേ വാപി ഗൃഹേ വാ ശ്രവണം മതം വിശാലാ വസുധാ യത്ര കർത്തവ്യം തൽ കഥാസ്ഥലം ശോധനം മാർജനം ഭൂമേർലേപനം ധാതുമണ്ഡനം ഗൃഹോപസ്കരമുദ്ധൃത്യ ഗൃഹകോണേ നിവേശയേത് അർവാക് പഞ്ചാഹതോ യത്നാത് ആസ്തീർണാനി പ്രമേളയൈൽ കർത്തവ്യോ മണ്ഡപപ്രോച്ചൈഃ കദളീഖണ്ഡമണ്ഡിതഃ ഫലപുഷ്പദളൈർ വിശ്വവിതാനേന വിരാജിതഃ ചതുർദിക്ഷുധ്വജാരോപോ ബഹുസമ്പാദ് വിരാജിതഃ. തീർത്ഥസ്ഥലത്തോ വനപ്രദേശത്തോ, വലിയ കാടല്ല, ചെറുപൊന്തകളും മറ്റുമുള്ള വിജനപ്രദേശം, ഗൃഹത്തിലോ സപ്താഹം നടത്താം. സ്ഥലം ധാരാളം, ശ്രോതാക്കൾക്ക് ഇരിക്കത്തക്ക വിധം വിശാലമാക്കിയിരിക്കണം. സ്ഥലം തേച്ച് അടിച്ച്
തളിച്ച് വൃത്തിയാക്കി ചാണകം മെഴുകിയും മറ്റും ശുദ്ധമാക്കണം. നിലത്ത് കാവി മുതലായവയാൽ അണിയണം. വീട്ടുസാധനങ്ങൾ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ട് ഇടണം. സപ്താഹം ആരംഭിക്കുന്നതിന് 5 ദിവസം മുമ്പ് ഇരിക്കാനുള്ള പായകൾ കൊണ്ടുവരണം. വാഴപ്പിണ്ടി കൊണ്ട് അലങ്കരിച്ച മണ്ഡപം ഉണ്ടാക്കണം. പഴങ്ങൾ, കുലവാഴകൾ, ഇളനീർക്കുലകൾ, പുഷ്പങ്ങൾ മുതലായവയാൽ അലങ്കരിക്കണം. മണ്ഡപത്തിന്റെ 4 മൂലകളിലും കൊടി നാട്ടണം. 16-17 ഊർധ്വം സപ്തൈവ ലോകാശ്ച കൽപ്പനീയാഃ സവിസ്തരം തേഷു വിപ്രാ വിരക്താശ്ച സ്ഥാപനീയാഃ പ്രബോധ്യ ച പൂർവം തേഷാം ആസനാനി കർത്തവ്യാനി യഥോത്തരം വക്തുശ്ചാപി തദാ ദിവ്യമാസനം പരികൽപ്പയേത്. ഒന്നിനു ഉപരി മറ്റൊന്നായിട്ട് അസപ്തലോകങ്ങൾ, ഭൂലോകം, ഭുവർലോകം, സുർലോകം, മഹർലോകം, ജന്മലോകം, തപോലോകം, സത്യലോകം ഇവ സങ്കല്പിക്കണം. ബ്രാഹ്മണർക്കും വിരക്തന്മാരായവർക്കും ഉള്ള ആസനങ്ങൾ അവിടെ കൽപ്പിക്കണം. അവർക്കുള്ള സ്ഥാനങ്ങൾ നിശ്ചയിച്ച ശേഷം വക്താവിനുള്ള ദിവ്യമായിട്ടുള്ള ആസനം ഒരുക്കണം. 18-19 ഉദങ്മുഖോ ഭവേദ്വക്താ ശ്രോതാ വൈ പ്രാങ്മുഖസ്തദാ പ്രാങ്മുഖശ്ചേത് ഭവേദ്വക്താ ശ്രോതാ ചോദങ്മുഖസ്തദാ അഥവാ പൂർവദിജ്ഞേയോ പൂജ്യപൂജകമധ്യതഃ ശ്രോതॄണാം ആഗമേ പ്രോക്ത ദേശകാലാദികോവിദൈഃ. വക്താവിന് വടക്കോട്ട് തിരിഞ്ഞിരിക്കാം എങ്കിൽ ശ്രോതാവ് കിഴക്ക് അഭിമുഖമായിട്ടിരിക്കണം. വക്താവിന് കിഴക്കോട്ട് അഭിമുഖമാകാം എങ്കിൽ ശ്രോതാവ് വടക്കോട്ടാണ് തിരിഞ്ഞിരിക്കേണ്ടത്. അല്ലെങ്കിൽ ശ്രോതാക്കൾ വട്ടത്തിലിരുന്ന് അതിൻ്റെ മധ്യത്തിൽ വക്താവും മുഖ്യ ശ്രോതാവും കിഴക്ക് അഭിമുഖമായിട്ടും ഇരിക്കാം. ഇതെല്ലാം സ്ഥല സൗകര്യമനുസരിച്ച് വേണ്ടതുപോലെ ആകാമെന്ന് മഹാന്മാർ വിധിച്ചിരിക്കുന്നു. 20-21 വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്രവിശുദ്ധികൃത് ദൃഷ്ടാന്തകുശലോ ധീരോ വക്താ കാര്യോതി നിസ്പൃഹഃ അനേകധർമ്മവിഭ്രാന്താഃ സ്ത്രൈണാഃ പാഖണ്ഡവാദിനഃ ശുഖശാസ്ത്രകഥോച്ചാരേ ത്യാജ്യാസ്തേ യതി പണ്ഡിതാഃ. വക്താവ് വിരക്തനും വിഷ്ണുഭക്തനും വേദാംഗജ്ഞനുമായിരിക്കണം. യുക്തിയുക്തം വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവനും ധീരനും ധനത്തിൽ കൊതിയില്ലാത്തവനുമായിരിക്കണം. പല ശാസ്ത്രങ്ങളും പഠിച്ച് ഏതാണ് ശരിയെന്ന് നിശ്ചയമില്ലാതെ ഭ്രമിക്കുന്നവരും സ്ത്രീകളിൽ വല്ലാതെ ആസക്തരും വേദഖണ്ഡനം ചെയ്യുന്നവരും പണ്ഡിതരായാൽ പോലും ഭാഗവത വക്താവാകാൻ അനർഹർ തന്നെ. 22-25 വക്തുഃ പാർശ്വേ സഹായാർത്ഥമന്യസ്ഥാപ്യസ്തഥാവിധം പണ്ഡിതഃ സംശയച്ഛേത് ലോകബോധനതൽപരഃ വക്ത്രക്ഷൗരം പ്രകർത്തവ്യം ദിനാദർവാംപ്രവൃതാപ്തയേ അരുണോദയേസൗ നിർവർത്യ ശൗചം സ്നാനം സമാചരേത്. നിത്യം സംക്ഷേപത കൃത്വാ സന്ധ്യാദ്യം സ്വം പ്രയത്നതഃ കഥാവിഘ്നവിഘാതായ ഗണനാഥം പ്രപൂജയത്. പിതॄൻ സന്ദർഭ്യശുദ്ധ്യർത്ഥം പ്രായശ്ചിത്തം സമാചരേത്. മണ്ഡലം ച പ്രകർത്തവ്യം തത്ര സ്ഥാപ്യോ ഹരിസ്തഥാ. മുഖ്യവക്താവിൻ്റെ സമീപത്തായിട്ട് ഒരു സഹായി ഇരിക്കണം. അദ്ദേഹവും പണ്ഡിതനും സംശയങ്ങൾ തീർക്കാൻ പ്രാപ്തനും ഭാഗവത കഥകൾ ജനങ്ങളെ ധരിപ്പിക്കുന്നതിൽ തൽപരനും ആയിരിക്കണം. വക്താവിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തിനും ബാധകമാണ്. വക്താവ് സപ്താഹാരംഭത്തിന് 1 ദിവസം മുൻപ് ക്ഷൗരം ചെയ്യണം. അരുണോദയ സമയമാകുമ്പോൾ സൂര്യോദയത്തിന് അരയാമം 3.25 നാഴിക മുമ്പ് ശൗചാദികൾ കഴിഞ്ഞ് സ്നാനം ചെയ്യണം. തൻ്റെ സന്ധ്യാവന്തരം മുതലായവ ആവുന്നത്ര ചുരുക്കണം. ഭാഗവത പാരായണത്തിന് സമയം നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ വിധം നിബന്ധനകൾ. അനന്തരം വിഘ്നശാന്തിക്കായിട്ട് ഗണപതിയെ പൂജിക്കണം. പിതൃതർപ്പണവും ചില പ്രായശ്ചിത്തങ്ങളും നടത്തണം. ശ്രാദ്ധം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണമെന്നർത്ഥം. പിതൃകാര്യങ്ങൾ മുടക്കിയിട്ട് ദേവകാര്യങ്ങൾ ചെയ്യരുതെന്നാണ് ശാസ്ത്രവിധി. അനന്തരം പത്മമിട്ട് അതിൽ ഭഗവാനെ ആവാഹിക്കണം. 26-29 കൃഷ്ണമുദ്ദിശ്യ മന്ത്രേണ ചരേത് പൂജാവിധിം ക്രമാത് പ്രദക്ഷിണ നമസ്കാരാൻ പൂജാന്തേ സ്തുതിമാചരേത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതസ്യാപി തതഃ പൂജാ പ്രയത്നതഃ കർത്തവ്യാ വിധിനാ പ്രീത്യാ ധൂപദീപ സമന്വിതഃ. തതസ്തു ശ്രീഫലം ധൃത്വാ നമസ്കാരം സമാചരേത്.
സ്തുതി പ്രസന്നചിത്തേന കർത്തവ്യ കേവലം തഥാ. പത്മമിട്ടതിന് ശേഷം ആ ശ്രീകൃഷ്ണന് ഒരു പൂജ കഴിക്കണം. പൂജ കഴിഞ്ഞാൽ പ്രദക്ഷിണം, നമസ്കാരം, കീർത്തനം, ചൊല്ലൽ ഇത്യാദികൾ വേണം. ഇനി പ്രാർത്ഥന. അല്ലയോ കരുണാവാരിധിയായുള്ളവനെ, സംസാരസാഗരത്തിൽ മുങ്ങിയവനും ദീനനും കർമ്മമാകുന്ന മുതലയുടെ പിടിയിലകപ്പെട്ടവനുമായിട്ടുള്ള എന്നെ ഈ സംസാരസാഗരത്തിൽ നിന്നും ഉദ്ധരിക്കണമേ. അനന്തരം ധൂപദീപാദികളോടെ ആ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം പൂജിക്കണം. അതിൽ പിന്നെ കയ്യിൽ ഒരു ശ്രീഫലം, നെല്ലിക്ക, നാളികേരം ഇത്യാദി അർത്ഥങ്ങൾ ഉണ്ട്. ഇവിടെ നാളികേരം എന്നർത്ഥം എടുത്ത് അത് സമർപ്പിച്ചുകൊണ്ട് നമസ്കരിച്ച് ഇപ്രകാരം സ്തുതിക്കണം. 30-32 ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫല സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ഏവം ദീനവച പ്രോച്യ വക്താരം ചാധ പൂജയേത് സംഭൂഷ്യ വസ്ത്രഭൂഷാഭി പൂജാന്തേ തം ച സംസ്തവേത്. ആ ശ്രീമദ് ഭാഗവതമാകുന്ന ഈ ഗ്രന്ഥം ശ്രീകൃഷ്ണന്റെ പ്രത്യക്ഷ രൂപമാണ്. അവിടുന്ന് എന്നെ സംസാരസാഗരത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ സ്വീകരിച്ചിരിക്കുകയാണ്. ഭാഗവത സപ്താഹം നടത്താനുള്ള ഈയുള്ളവന്റെ ആഗ്രഹം സഫലീകരിക്കണമോ അല്ലയോ? നാശരഹിതമായുള്ളവനെ, അടിയൻ അങ്ങയുടെ ദാസനാണ്. ഈ സപ്താഹം യാതൊരു വിഘ്നവും കൂടാതെ നിർവഹിപ്പാൻ അനുഗ്രഹിക്കണമേ. ഈ സ്തുതി വക്താവും ശ്രോതാവും കൂടിയാണ് ചൊല്ലേണ്ടത്. ഇപ്രകാരം ദീനസ്വരത്തിൽ സ്തുതിച്ച ശേഷം ശ്രോതാവ് വക്താവിനെ പൂജിക്കുകയും വസ്ത്രമാല്യാദികൾ സമർപ്പിച്ച് ഇപ്രകാരം സ്തുതിക്കുകയും വേണം. ശുഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാപ്രകാശേന മതജ്ഞാനം വിനാശയ. വക്താവിനെ സ്തുതിക്കേണ്ട വിധം. അല്ലയോ ശ്രീ ശുഖബ്രഹ്മർഷിയുടെ പ്രതിനിധിയായുള്ളവനെ, സർവശാസ്ത്രങ്ങളിലും അഗാധജ്ഞാനമുള്ള അങ്ങ് ഈ ഭാഗവത കഥാപ്രകാശനം മുഖേന നമ്മുടെ അജ്ഞാനത്തെ അകറ്റിത്തരേണമേ. അഗ്രേ നിയമ പശ്ചാത് കർത്തവ്യശ്രേയസേ മുദാ സപ്തരാത്രം യഥാശക്തിയാ ധാരണീയസ്സ ഏവ ഹി. അനന്തരം അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് വ്രതം ആരംഭിക്കണം. ഈ വ്രതം 7 ദിവസം ആവും വിധം അനുഷ്ഠിക്കുകയും വേണം. 35-36 വരണം പഞ്ചവിപ്രാണാം കഥാഭംഗനിവർത്തേ കർത്തവ്യം തൈർഹരേർജാപ്യം ദ്വാദശാക്ഷര വിദ്യയാ ബ്രാഹ്മണാൻ വൈഷ്ണവാംശ്ചാന്യാംസ്തഥാ കീർത്തനകാരിണഃ നത്വാ സംപൂജ്യദത്താജ്ഞഃ സ്വയമാസനമാവിശേത്. വിപ്രശാന്തിക്ക് വേണ്ടിയിട്ട് 5 ബ്രാഹ്മണരെ രംഗത്തിരുത്തണം. അവർ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം ജപിക്കണം. വൈഷ്ണവരായിട്ടുള്ള വേറെ ബ്രാഹ്മണരുണ്ടെങ്കിൽ അവരെയും, പതിവായിട്ട് ഭാഗവത പാരായണം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെയും മാന്യസ്ഥാനങ്ങളിൽ ഇരുത്തിയ ശേഷം ശ്രോതാവ് അവരുടെ അനുജ്ഞയോടെ തനിക്കുള്ള ആ സ്ഥാനത്തിൽ ഇരിക്കണം. ശ്രോതാവിൻ്റെ സ്ഥാനം മേലെ 18-19 ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി 37-43 ലോകവിത്തധനാകാരപുത്രചിന്താം യുധസ്യ ച കഥാചിത്തശുദ്ധമതിഃ സലഭേൽ ഫലമുത്തമം ആസൂര്യോദയമാരഭ്യ സാർദ്ധത്രിപ്രഹരാന്തകം വാചനീയാ കഥാ സമ്യക് ധീരകണ്ഠം സുധീമത. കഥാവിരാമഃ കർത്തവ്യോ മധ്യാഹ്നേ ഘടികാദ്വയം തൽകഥാം അനുകാര്യം വൈ കീർത്തനം വൈഷ്ണവൈസ്തജാ മലമൂത്രജയാർത്ഥം ഹി ലഘ്വാഹാരസുഖാവഹഃ ഹവിഷ്യാന്നേന കർത്തവ്യോ ഹ്യേകവാരം കഥാർത്ഥിനാം ഉപോഷ്യ സപ്തരാത്രം വൈ ശക്തിശ്ചേത് ശൃണുയാത് തദാ ഘൃതപാനം പയപ്പാനം കൃത്വാ വൈ ശൃണുയാത് സുഖം ഫലാഹാരേണ വാ ഭാവ്യമേകഭുക്തേന വാ പുനഃ സുഖസാധ്യം ഭവേദ്യത്തു കർത്തവ്യം ശ്രവണായ തൽ ഭോജനം തു വരം മന്യേ കഥാശ്രവണകാരകം നോപവാസോ വരപ്രോക്തഃ കഥാവിഘ്നകരോ യതി. വീടധനം, പുത്രന്മാർ മുതലായവരെ പറ്റിയുള്ളതായിട്ടുള്ള ലൗകിക കാര്യങ്ങൾ ചിന്തിക്കരുത്. ഭാഗവത ശ്രവണത്തിൽ മാത്രമേ ശ്രദ്ധിക്കാവൂ. എങ്കിൽ ശ്രോതാവിന് പൂർണ്ണഫലം ലഭിക്കും. സൂര്യോദയം മുതൽ 3:30 യാമം 26 നാഴിക ഉച്ചത്തിൽ ഉച്ചാരണ ശുദ്ധിയോടെ പാരായണം ചെയ്യണം. മധ്യാഹ്ന സമയത്ത് 2 നാഴിക നേരം ഒഴിവാക്കണം.
ആ സമയത്ത് വൈഷ്ണവർ അന്നത്തെ വിഷയങ്ങളെപ്പറ്റി അല്ല ആ സമയത്ത് വൈഷ്ണവർ അന്നത്തെ വിഷയങ്ങളെപ്പറ്റി പ്രഭാഷണം നടത്തണം. മലമൂത്ര വിസർജനം ആവതും കുറയ്ക്കാൻ ആഹാരം നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. ശ്രോതാക്കൾ ഒരു നേരമേ ഭക്ഷിക്കാവൂ, അതും നേദ്യച്ചോറ്. 7 ദിവസവും ആഹാരമൊന്നും കൂടാതെ ശ്രവണം ചെയ്യാമെങ്കിൽ അതാണ് ഉത്തമം. നെയ്യോ പാലോ കുടിച്ചും ഫലങ്ങൾ കഴിച്ചും ആകാം. ഒരു നേരമേ ആഹാരം പാടുള്ളൂ. കഥാശ്രവണം സുഗമമാക്കാനുള്ള ആ ഭക്ഷണ രീതിയാണ് അഭികാമ്യം. നിരാഹാരവ്രതത്തോടെ ശ്രവണം സാധ്യമല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക തന്നെയാണ് വേണ്ടത്. പ്രാധാന്യം കഥാശ്രവണത്തിനാകയാൽ ഭക്ഷണ നിയന്ത്രണം അതിന് തടസ്സം വരുന്ന വിധത്തിൽ ആകരുത്. 44-49 സപ്താഹ വ്രതിനാം പുംസാം നിയമാശ്ശൃണു നാരദ വിഷ്ണുദീക്ഷാ വിഹീനാനാം നാധികാരകഥാശ്രവേ. ബ്രഹ്മചര്യം അധസ്സുപ്തി പുത്രാവല്യാം ച ഭോജനം കഥാസമാപ്തോ ഭുക്തിം ച കുര്യാന്നിത്യം കഥാവ്രതി. ദ്വിദളം മധുതൈലം ച ഗരിഷ്ഠാന്നം തഥൈവ ച ഭാവദുഷ്ടം പര്യുഷിതം ജഹ്യാന്നിത്യം കഥാവ്രതി. കാമം ക്രോധം മദം മാനം മത്സരം ലോഭമേവ ചാരം ദംഭം മോഹം തഥാ ദ്വേഷം ദൂരയേച്ച കഥാവ്രതി. വേദവൈഷ്ണവവിപ്രാണാം ഗുരുഗോവ്രതിനാം തഥാ സ്ത്രീരാജമഹതാം നിന്ദാം വർജയേദ്യ കഥാവ്രതി. രജസ്വലാന്ത്യജം മ്ലേച്ഛപതിതവ്രാത്യകൈസ്തദാ ദ്വിജദ്വിദ്വേദബാഹ്വീശ്ച വദേദ്യ കഥാവ്രതി. അതായത്, അല്ലയോ നാരദരെ, സപ്താഹ ശ്രവണം ചെയ്യുന്നവർക്കുള്ള വ്രതാനുഷ്ഠാനങ്ങൾ പറയാം. വിഷ്ണു ദീക്ഷ സ്വീകരിക്കാത്തവർക്ക് ശ്രവണാധികാരം ഇല്ല. അവർ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. നിലത്തേ കിടക്കാവൂ, ഇലയിലേ ഭക്ഷിക്കാവൂ. അതാത് ദിവസം പാരായണം കഴിഞ്ഞ ശേഷമേ ആഹാരം കഴിക്കാവൂ. പരിപ്പ്, തേൻ, എള്ളെണ്ണ, ഗുരുത്വമുള്ള ഭക്ഷണം, കേടുവന്നത്, പഴകിയത് ഇത്യാദി ആഹാര സാധനങ്ങൾ വർജിക്കണം. കാമം, ക്രോധം, മദം, മാനം, മാത്സര്യം, ലോഭം, ദംഭം, മോഹം, ദേഷ്യം എന്നീ ദുർവിചാരങ്ങൾ തീരെ ഉപേക്ഷിക്കണം. വേദം, വൈഷ്ണവർ, ബ്രാഹ്മണർ, ഗുരുക്കന്മാർ, ഗോക്കൾ, വ്രതക്കാർ, സ്ത്രീകൾ, രാജാവ്, മഹാന്മാർ മുതലായവർ, ഗോക്കൾ, വ്രതക്കാർ, സ്ത്രീകൾ, രാജാവ്, മഹാന്മാർ മുതലായവരെ ഭാഗവതവ്രതം സ്വീകരിച്ചവർ, വക്താവും ശ്രോതാക്കളും ഒരിക്കലും നിന്ദിക്കരുത്. സപ്താഹ വ്രതമെടുത്തവര്, രജസ്വലകളായ സ്ത്രീകള്, അന്ത്യജര്, ചണ്ഡാലാദികള്, മ്ലേച്ഛന്മാര്, പതിതര്, വാത്യന്മാര്, ഉപനയനാദി സംസ്കാരങ്ങൾക്ക് വിധേയമാകാത്ത ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാര്, ബ്രാഹ്മണദ്വേഷികള്, ബാഹ്യര്, വേദത്തിന്റെ പരിധിക്ക് അപ്പുറത്ത് വരുന്നവർ എന്നിവരോട് സംസാരിക്കുകയും അരുത്. സത്യം, ശൗചം, ദയാം, മൗനമാർജവം, വിനയം തഥാ ഉദാരമാനസം തദ്വദേവം കുര്യാത് കഥാവ്രതി. സത്യം, ശുചിത്വം, ദയ, മൗനം, സരള സ്വഭാവം, വിനയം, ആദരവ് ഇത്യാദികൾ ആചരിക്കണം. ദരിദ്രശ്ച ക്ഷയീരോഗീ നിർഭാഗ്യ പാപകർമ്മവാൻ അനപത്യോ മോക്ഷകാമഃ ശൃണുയാച്ഛ കഥാമിമാം. ദരിദ്രനും ക്ഷയരോഗി, മറ്റു രോഗികൾ, ഭാഗ്യഹീനർ, പാപികൾ, സന്താനഹീനർ, മോക്ഷേച്ഛുക്കൾ എന്നിവർ സപ്താഹം ശ്രവിക്കേണ്ടതുണ്ട്. അതിനെല്ലാം അത് പരിഹാരമാണെന്നർത്ഥം. അപുഷ്പ കാകവന്ധ്യാ ച വന്ധ്യായാ ച മൃതാർഭക സ്രവദ്ഗർഭാ ചയാ നാരീ തയാ ശ്രാവ്യാ പ്രയത്നതഃ. അപ്രകാരം തന്നെ അപ്രായമായിട്ടും ഋതുവാകാത്ത പെൺകുട്ടി, ഒന്നു മാത്രം പ്രസവിച്ചവള്, തീരെ പ്രസവിക്കാത്തവള്, വിധവ, പതിവായിട്ട് ഗർഭം അലസുന്നവള് എന്നീ ഇനങ്ങളിൽ പെടുന്ന സ്ത്രീകളും പ്രയാസം സഹിച്ചും ഭാഗവത ശ്രവണം നടത്തേണ്ടതാണ്. ഏതേഷു വിധിനാ ശ്രാവേ തദക്ഷയതരം ഭവേദത്യുത്തമാ കഥാ ദിവ്യാ കോടിയജ്ഞ ഫലപ്രദാ. ഇവരെല്ലാം വിധിപ്രകാരം ആ ഭാഗവതം ശ്രവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഒരിക്കലും ക്ഷയിക്കുകയില്ല. അത്യുത്തമമായിരിക്കുന്ന ഭാഗവത കഥ കോടിയജ്ഞങ്ങൾ ചെയ്താലത്തെ ഫലം പ്രദാനം ചെയ്യും. 54-55 ഏവം കൃത്വാ വ്രതവിധിം ഉദ്യാപനമഥാചരേത് ജന്മാഷ്ടമീ വ്രതമിവ കർത്തവ്യം ഫലകാംക്ഷിഭിഃ. അകിഞ്ചനേഷു ഭക്തേഷു പ്രായോ നൂദ്യാപനാഗ്രഹഃ ശ്രവണേനൈവ പൂതാസ്തേ നിഷ്കാമാ വൈഷ്ണവായതഃ.
ഇങ്ങനെ വിധിപ്രകാരം വ്രതത്തോടെ ആ കഥാശ്രവണം നടത്തി ആയത് സമർപ്പിക്കേണ്ടതാണ്. ജന്മാഷ്ടമി വ്രത സമാപന വിധികളാണ് അതിന് അനുഷ്ഠിക്കേണ്ടത്. ദരിദ്രരായിട്ടുള്ള അഥവാ ആത്മാർപ്പണം ചെയ്തവരായവർക്ക് സമാപന കർമ്മം ആവശ്യമില്ല. നിഷ്കാമരായിട്ടുള്ള വൈഷ്ണവർ കഥാശ്രവണം കൊണ്ട് തൃപ്തരാകും. അവർക്ക് സമാപനം ഇഷ്ടം കൂടിയല്ല. ഒരിടത്ത് കഴിഞ്ഞാൽ വേറൊരിടം അന്വേഷിക്കും എന്നർത്ഥം. 56-61 ഏവം നഗാഹയജ്ഞേസ്മിൻ സമാപ്തേ ശ്രോതൃഭിസ്തദാ പുസ്തകസ്യ ച വസ്തുശ്ച പൂജാകാര്യാദിഭക്തിതഃ പ്രസാദ തുളസീമാലാ ശ്രോതൃഭ്യശ്ചാസ ദീയതാം മൃദംഗതാളലളിതം കർത്തവ്യം കീർത്തനം തതഃ ജയശബ്ദം നമഃശബ്ദം ശംഖശബ്ദം ച കാരയേത് വിപ്രേഭ്യോ യാചകേഭ്യശ്ച വിത്തമന്നം ച ദീയതാം വിരക്തശ്ചേത് ഭവേത് ശ്രോതാ ഗീതാവാച്യ പരേഹനി ഗൃഹസ്ഥശ്ചേത്തദാ ഹോമഃ കർത്തവ്യഃ കർമ്മശാന്തയേ. പ്രതിശ്ലോകം തു ജുഹൂയാദ്വിധിനാ ദശമസ്യ ച പായസം മധുസർപ്പിശ്ച തിലാന്നാദികസംയുതം അഥവാ ഹവനം കുര്യാത് ഗായത്ര്യാസു സമാഹിതഃ തന്മയത്വാത് പുരാണസ്യ പരമസ്യ ച തത്വതഃ. സപ്താഹയജ്ഞം വിധിപ്രകാരം സമാപിച്ചാൽ ശ്രോതാക്കൾ ഭക്തിപൂർവം വക്താവിനെയും ഭാഗവത ഗ്രന്ഥത്തെയും പൂജിക്കണം. പ്രസാദം, ഭഗവാന് ചാർത്തിയ തുളസിമാല മുതലായവ ശ്രോതാക്കൾക്ക് വിതരണം ചെയ്യണം. അതിനുശേഷം മൃദംഗം, ഇലത്താളം ഇത്യാദി വാദ്യങ്ങളോട് കൂടിയിട്ട് കീർത്തനം ആലാപിക്കണം. ജയ ജയ എന്നും നമോ നമഃ എന്നുമുള്ള ശബ്ദങ്ങൾ അവിടം അങ്ങനെ മുഴങ്ങണം. ബ്രാഹ്മണർക്കും യാചകർക്കും ധനവും അന്നവും കൊടുക്കണം. വൈരാഗ്യം ലക്ഷ്യമാക്കിയിട്ട് നടത്തുന്ന സപ്താഹം കഴിഞ്ഞാൽ പിറ്റേന്ന് ശ്രോതാവ് ഭഗവത്ഗീതാപാരായണം നടത്തണം. ഗൃഹസ്ഥനായി തന്നെ തുടരുവാൻ ഉദ്ദേശിക്കുന്ന ആ ശ്രോതാവാണെങ്കിൽ ശാന്തി ഹോമം നടത്തണം. ദശമസ്കന്ധത്തിലെ ഓരോ ശ്ലോകവും ചൊല്ലി പായസം, തേൻ, നെയ്യ്, എള്ള് വിതറിയ ഹവിസ് എന്നിവ ഹോമിക്കണം. അല്ലെങ്കിൽ ഏകാഗ്രതയോടെ ഗായത്രി മന്ത്രം ജപിച്ച് ഹവനം ചെയ്താലും മതി. ഗായത്രി മന്ത്രവും പുരാണവും തത്വത്തിൽ ഒന്നു തന്നെ. 62-64 ഹോമാശക്തൗ ബുധൗ ഹൗമ്യം ദദ്യാത്തത്ഫലസിദ്ധയേ നാനാഛിദ്രനിരോധാർത്ഥം ന്യൂനതാധികതാനയോഃ. ദോഷയോഃ പ്രശമാർത്ഥം ച പഠേന്നാമ സഹസ്രകം തേന സ്യാൽ സൽഫലം സർവം നാസ്ത്യസ്മാദധികം യതഃ. 12 ബ്രാഹ്മണാൻ പശ്ചാത് ഭോജയൻ മധുപായസൈഃ ദദ്യാൽ സുവർണം ധേനും ച വ്രത പൂർണ്ണത്വഹേതവേ. ഹോമം ചെയ്യുവാൻ പ്രാപ്തിയില്ലെങ്കിൽ ഹോമദ്രവ്യങ്ങൾ ദാനം ചെയ്താലും മതി. എങ്ങനെയായാലും പല ന്യൂനതകളും വന്നു ചേരും. ഇത്തരം ന്യൂനതകൾക്ക് പരിഹാരം ആയിട്ട് സഹസ്രനാമം ജപിക്കണം. അതിലുപരി വേറൊരു പ്രായശ്ചിത്തം ഇല്ല. അതോടെ എല്ലാം സഫലമാകും. 65-68 ശക്തൗ ഫലത്രയമിതം സ്വർണസിംഹം വിധായ ച തത്രാസ്യ പുസ്തകം സ്ഥാപ്യം ലിഖിതം ലളിതാക്ഷരം സംപൂജ്യവാഹനാദ്യൈസ്തത് ഉപചാരൈഃ സദക്ഷിണം വസ്ത്രഭൂഷണഗന്ധാദ്യൈഃ പൂജിതായ യഥാത്മനെ ആചാര്യായ സുധീർദത്വാ മുക്തസ്യാദ് ഭവബന്ധനൈഃ. ഏവം കൃതേ വിധാനേ ച സർവപാപനിവാരണേ ഫലദം സ്യാത് പുരാണം തു ശ്രീമദ്ഭാഗവതം. ശുഭം ധർമ്മം കാമാർത്ഥമോക്ഷാണാം സാധനം സ്യാന്ന സംശയഃ. ഇത്രയുമായാൽ ശ്രോതാവിൻ്റെ അവ്രതസമാപ്തി വരുത്തുവാൻ 12 ബ്രാഹ്മണർക്ക് ഭോജനം നൽകുകയും സ്വർണത്തെയും പശുവിനെയും ദാനം ചെയ്യുകയും വേണം. സാധിക്കുമെങ്കിൽ വേണ്ടത് 3 ഫലം സ്വർണം കൊണ്ട് ഒരു സിംഹാസനം നിർമ്മിച്ച് വളരെ വൃത്തിയിലും അക്ഷരത്തെറ്റു കൂടാതെയും വ്യക്തമായും എഴുതിയ ഒരു ഭാഗവത ഗ്രന്ഥം ആ സിംഹാസനത്തിന്മേൽ വെച്ച് ആവഹനാദി ഷോഡശോപചാരങ്ങളോടെ അതിനെ പൂജിച്ച് വസ്ത്രഭൂഷണ ഗന്ധാദികളാൽ പൂജിക്കപ്പെട്ട ആചാര്യന് ദക്ഷിണയോടെ ദാനം ചെയ്യുകയാണ് വേണ്ടത്. അപ്രകാരം ചെയ്യുന്ന പുണ്യാത്മാവ് സർവപാപ വിമുക്തനായിട്ട് സംസാരമോചനത്തെ പ്രാപിക്കും. ശുഭകരമായിട്ടുള്ള ഭാഗവത മഹാപുരാണം ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന സർവപുരുഷാർത്ഥങ്ങളെയും ദാനം ചെയ്യുന്നതാണ്. അതിന് സംശയം ഇല്ല.
കുമാരാ ഊജുഹു ഇതി തേ കഥിതം സർവം കിം ഭൂയ ശ്രോതുമിച്ഛസി ശ്രീമദ്ഭാഗവതേനൈവ ഭുക്തിമുക്തീകരേ സ്ഥിതേ. സനകാദികൾ നാരദരോട് ചോദിക്കുന്നു, ഭാഗവത മഹാത്മ്യം ഇത്രയും ഞങ്ങൾ പറഞ്ഞു തന്നു, ഭാഗവതം കൊണ്ട് ഇഹലോക ഭോഗങ്ങളും മുക്തിയും കയ്യിൽ കിട്ടും, ഇനി എന്താണ് പറഞ്ഞു കേൾക്കാൻ ഇച്ഛിക്കുന്നത്? സൂത ഉവാച 70-72 ഇത്യുക്ത്വാ തേ മഹാത്മാനഃ പ്രോചുർഭാഗവതീം കഥാം സർവപാപഹരാം പുണ്യാം ഭുക്തിമുക്തിപ്രദായിനീം ശൃണ്വതാം സർവഭൂതാനാം സപ്താഹം നിയതാത്മനാം യഥാവിധി തതോ ദേവം തുഷ്ടു പുരുഷോത്തമം തദന്തേ ജ്ഞാനവൈരാഗ്യഭക്തീനാം പുഷ്ടതാ പരാ താരുണ്യം പരമം ചാഭൂൽ സർവഭൂതമനോഹരം. മഹാത്മാക്കളായിട്ടുള്ള സനകാദികള് നാരദനോട് ഇത്രയും പറഞ്ഞ് സപ്താഹം ആരംഭിച്ചുവെന്ന് സൂതൻ പറയുന്നു. അത് ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നവർക്കെല്ലാം സർവപാപഹരമാണ്. സപ്താഹാനന്തരം അവർ വിധിപ്രകാരം മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. അപ്പോഴേക്കും ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നിവർക്ക് പൂർണ്ണമായിട്ട് പുഷ്ടി ലഭിച്ചു. അവർക്ക് യൗവനം ലഭിച്ചത് കണ്ട് സർവരും അത്ഭുതപ്പെട്ടു. 73-74 നാരദശ്ച കൃതാർത്ഥോഭൂത് സിദ്ധേ സ്വീയേ മനോരഥേ പുളകീകൃത സർവാംഗഃ പരമാനന്ദ സംഭൃതഃ ഏവം കഥാം സമാകർണ്യ നാരദോ ഭഗവത് പ്രിയഃ പ്രേമഗദ്ഗതയാ വാച താനുവാച കൃതാഞ്ജലിഃ. തൻ്റെ മനോരഥം അതായത് ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉദ്ധരിക്കുക സഫലമായതിൽ നാരദന് കൃതകൃത്യതാബോധം ഉണ്ടായി. ശരീരത്തിലാകെ രോമാഞ്ചം ഉണ്ടായി. ആനന്ദ നിർവൃതിയിൽ ആറാടി. സനകാദികൾ പാരായണം ചെയ്ത ആ സപ്താഹം ശ്രവിച്ച നാരദൻ പ്രേമത്താൽ തൊണ്ടയിടറിയവനായിട്ട് കൈകൂപ്പിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. 75-76 നാരദ ഉവാചാ ധന്യോസ്മി അനുഗൃഹീതോസ്മി ഭവദ്ഭി കരുണാപരൈഃ അദ്യ മേ ഭഗവാൻ ലബ്ധ സർവപാപഹരോ ഹരി ശ്രവണം സർവധർമ്മേഭ്യോ വരം മന്യേ തപോധനഃ വൈകുണ്ഠസ്ഥോ യതഃ കൃഷ്ണഃ ശ്രവണാദ്യസ്യ ലഭ്യതേ. കരുണാശാലികളായിട്ടുള്ള ഭവാന്മാരുടെ അനുഗ്രഹത്താൽ ഞാൻ ധന്യനും അനുഗ്രഹീതനും ആയി. സർവപാപങ്ങളെയും ഹരിക്കുന്നവനായിട്ടുള്ള ശ്രീഹരിയെ എനിക്ക് ലഭിച്ചു. അലയോ മഹർഷിവര്യന്മാരെ, ഭാഗവത ധർമ്മങ്ങളിൽ ശ്രവണമാണ് ഏറ്റവും ഉത്തമം എന്ന് നാം കരുതുന്നു. വൈകുണ്ഠവാസിയായിട്ടുള്ള ശ്രീകൃഷ്ണനെ ശ്രവണത്തിലൂടെ കയ്യിൽ കിട്ടുന്നുവല്ലോ. 77-79 സൂത ഉവാച ഏവം ബ്രുവതി വൈ തത്ര നാരദേ വൈഷ്ണവോത്തമേ പരിഭ്രമൻ സമായാതഃ ശുകോ യോഗേശ്വരസ്തദാ തത്രായയൗ ഷോഡശവാർഷികസ്തദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ധിചന്ദ്രമാഃ കഥാവസാനേ നിജലാഭപൂർണപ്രേംണാ പഠൻ ഭാഗവതം ശനൈഃ ദൃഷ്ട്വാ സദസ്യാഃ പരമോരു തേജസം സദ്യസമുത്ഥായ ദദുർമഹാസനം പ്രീത്യാ സുരർഷിസ്തമപൂജയൽ സുഖം സ്ഥിതോ വദൽ സംശൃണുതാമലാം ഗിരം. സൂതൻ പറയുകയാണ്, വൈഷ്ണവരിൽ അഗ്രഗണ്യനായ ആ നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ശ്രീശുക ബ്രഹ്മർഷി സഞ്ചാരമധ്യേ അവിടെ വന്നെത്തി. അദ്ദേഹം എന്നും 16 വയസ്സ് പ്രായമുള്ളവരാണ്. വേദവ്യാസപുത്രനാണ്. ജ്ഞാനമാകുന്ന ക്ഷീരാബ്ധിയിൽ നിന്ന് ഉദയം കൊണ്ട ചന്ദ്രനുമാണ്. അവിടെ ആ കഥാപൂർത്തി വന്നപ്പോൾ ജന്മസാഫല്യം സിദ്ധിച്ചവനായിട്ട് പ്രേമപൂർവം ഭാഗവതം മെല്ലെ മെല്ലെ ചൊല്ലി. അതിതേജസ്വിയായിട്ടുള്ള അദ്ദേഹത്തെ കണ്ട് സഭാവാസികൾ ഉടനെ എഴുന്നേറ്റ് അദ്ദേഹത്തിന് ദിവ്യാസനം നൽകി. ദേവർഷിയായ നാരദനും അദ്ദേഹത്തെ പൂജിച്ചു. അവിടെ സുഖമാവണ്ണം ഇരുന്ന് ശ്രീശുക മഹർഷി, അല്ലയോ സഭാവാസികളെ, മംഗളവാക്യങ്ങൾ കേട്ടാലും എന്ന് പറഞ്ഞ് ഇപ്രകാരം തുടർന്നു. പരിഭ്രമൻ, ചുറ്റി സഞ്ചരിക്കുന്നവനായിട്ട് എന്നർത്ഥം. ശ്രീശുകോവാച നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. ഈ ഭാഗവതം വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിന്റെ അമൃതരസപൂരിതമായ പരിപക്വ ഫലമാണ്. അത് ശ്രീശുകന്റെ മുഖത്ത് നിന്ന് സാവധാനം ഉരുണ്ടുരുണ്ട് പതിച്ചതാണ്. അല്ലയോ ഭൂമിയിലെ ഭാഗ്യവാന്മാരെ, ഭവാന്മാർ മുക്താവസ്ഥ കൈവരിച്ചാൽ പോലും ഈ ഭാഗവത രസത്തെ വീണ്ടും വീണ്ടും പാനം ചെയ്താലും
ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ അത്ര അകൃതൃഭിഃ ശുശ്രൂഷഭിസ്തക്ഷണാൽ. സാക്ഷാൽ വേദവ്യാസ മഹർഷിയാൽ വിരചിതമായിരിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതത്തിൽ കാപട്യം അല്പം പോലും സ്പർശിക്കാത്ത പരമമായിട്ടുള്ള ഭാഗവത ധർമ്മം പ്രതിപാദിച്ചിരിക്കുന്നു. മാത്സര്യാദി ദുർഗുണങ്ങൾ സ്പർശിച്ചിട്ടില്ലാത്ത സജ്ജനങ്ങൾക്ക് അറിയേണ്ടതും സത്യമായതുമായ ബ്രഹ്മം എന്തെന്ന് ഇതിൽ നിന്ന് അറിയാവുന്നതാണ്. ഇത് മംഗളത്തെ പ്രദാനം ചെയ്യും. ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്നിങ്ങനെയുള്ള താപത്രയത്തെ ഉന്മൂലനം ചെയ്യും. ശ്രവണേച്ഛുക്കളായിട്ടുള്ളവർക്ക് ഇതിൽ നിന്ന് അന്യമായിട്ട് വേറെന്തുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ഈശ്വരൻ ഹൃദയത്തിൽ പ്രകാശിക്കുക? ശ്രീമദ്ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവമലം ജ്ഞാനം പരം ഗീയതേ യത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തത് ശൃണ്വൻ പ്രപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്ചേന്ദരഃ. ശ്രീമദ് ഭാഗവതം എന്നത് പുരാണങ്ങളുടെ തൊടുകുറിയാണ്. വൈഷ്ണവർക്കുള്ള ധനവും ഇതാണ്. പരമഹംസ പദവിയിൽ എത്തിക്കുവാൻ ഉപകരിക്കുന്ന കേവല ജ്ഞാനം ഇതിൽ നിന്ന് ലഭിക്കും. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നീ സിദ്ധികളിലൂടെ നൈഷ്കർമ്മ്യാവസ്ഥ എങ്ങനെ കൈവരിക്കാമെന്ന് ഇതിൽ പറയപ്പെട്ടിരിക്കുന്നു. ഭക്തിയോടെ ഈ ഭാഗവതം ശ്രവിക്കുകയോ പാരായണം ചെയ്യുകയോ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്യുന്നവൻ മുക്തനായി തീരുന്നു. സ്വർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസഃ അതഃ പിബന്തു സദ്ഭാഗ്യ മാമാ മുഞ്ചത കർഹിചൽ. ഇത്രയും രസമുള്ള ഒരു വസ്തു സ്വർഗത്തിലോ സത്യലോകത്തോ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ പോലും ലഭ്യമല്ല. അതിനാൽ ഭാഗ്യവാന്മാരായിട്ടുള്ള മനുഷ്യർ ഭാഗവതരസപാനം ചെയ്യട്ടെ. അതിന് കിട്ടിയ അവസരം വ്യർത്ഥമാക്കരുത്. ത്രിമൂർത്തികളുടെ ആസ്ഥാനങ്ങളായിട്ടുള്ള സത്യലോകം, കൈലാസം, വൈകുണ്ഠം എന്നിവിടങ്ങളിൽ പോലും ലഭ്യമല്ലാത്ത അത്രയ്ക്ക് അപൂർവമായിട്ടുള്ളൊരു വസ്തുവാണ് ഈ ഭാഗവതമെന്നും അത് ഭൂമിയിലെ മനുഷ്യർക്ക് അനായാസേന ലഭ്യമാണെന്നും അങ്ങനെ ലഭിച്ചാൽ അതിനെ ആസ്വദിക്കലാണ് ജന്മസാഫല്യമെന്നും അതിനെ ഉപേക്ഷിച്ച് ഈ അവസരം പാഴാക്കുന്നത് മനുഷ്യജന്മത്തിന്റെ ദുർവ്യയമാണെന്ന് സാരം. സൂതവാച ഏവം ബ്രുവാണേ സതി ബാദരായണൗ മധ്യേ സഭായാം ഹരിരാവിരാസീത് പ്രഹ്ലാദബല്യുദ്ധവ ഫാൽഗുനാദിഭിർ വൃത സുരശ്രീസ്തമ പൂജയച്ഛതാൻ. ശ്രീശുകൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ പ്രഹ്ലാദൻ, മഹാബലി, ഉദ്ധവൻ, അർജുനൻ മുതലായ ഭാഗവതോത്തമന്മാരാൽ അനുഗതനായിട്ട് മഹാവിഷ്ണു ആ സഭാമധ്യത്തിൽ പ്രത്യക്ഷീഭവിച്ചു. ശ്രീനാരദൻ അവരെയെല്ലാം പൂജിച്ചിരുത്തി. ദൃഷ്ട്വാ പ്രസന്നം മഹദാസനേ ഹരിം തേ ചക്രിരേ കീർത്തനമഗ്രതസ്തദാ ഭവോ ഭവാന്യാ കമലാസനസ്തു തത്രാഗമത്കീർത്തന ദർശനായ. ഒരു ദിവ്യാസനത്തിൽ സന്തുഷ്ടതയോടെ ഇരുന്നിരുളുന്ന ആ വിഷ്ണു ഭഗവാനെ കണ്ട ആ സദസ്യർ സ്തുതിച്ചു. ഈ മഹോത്സവത്തിൽ പങ്കുകൊള്ളാൻ പാർവതീ സമേതനായിട്ടുള്ള പരമേശ്വരനും ബ്രഹ്മാവും മറ്റു ദേവന്മാരും വന്നു ചേർന്നു. പ്രഹ്ലാദ സ്ഥാലധാരി തരളഗതിതയാ ചോദ്ധവക്കാംസ്യധാരി വീണാധാരി സുരശ്രീ സ്വരകുശലതയാ രാഗകർത്താർജുനോ ഭൂത് ഇന്ദ്രോ വാദീൻ മൃദംഗം ജയ ജയ സുകരാഃ കീർത്തനേ തേ കുമാരാ യത്രാഗ്രേ ഭാവവക്താ സരസരചനയാ വ്യാസപുത്രോ ബഭൂവ. ആ കീർത്തനത്തിന് മാറ്റുകൂട്ടുവാൻ പ്രഹ്ലാദൻ താളം പിടിച്ചു, ഉദ്ധവൻ ചേങ്ങല കൊട്ടി, നാരദ മഹർഷി വീണ വായിച്ചു, അർജുനൻ സ്വരാനുസാരേണ രാഗം ആലപിച്ചു, ദേവേന്ദ്രൻ മൃദംഗം വായിച്ചു, സനകാദികൾ ജയ ജയ ഘോഷം മുഴക്കി. ഇവർക്കെല്ലാം മുമ്പിൽ നിന്നുകൊണ്ട് ആ ശ്രീശുകൻ സരസമാകും വിധം ഭാവപ്രകടനവും നടത്തി. നനർത്തമധ്യേ ത്രികമേവ തത്ര ഭക്ത്യാദിഗാനം നടവൽ സുതേജസാം അലൗകികം കീർത്തനമേതദീക്ഷ ഹരിപ്രസന്നോപി വചോ ബ്രവീത്തത്. ആ സദസ്സിന്റെ മധ്യത്തിലെ ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ നൃത്തം വെച്ചു. അലൗകികമായ ഈ കാഴ്ച കണ്ട് പ്രസന്നനായിട്ടുള്ള മഹാവിഷ്ണു ഇങ്ങനെ അരുളി ചെയ്തു. മത്തോവരം ഭാവവൃതാദ്വൃണുധ്വം പ്രീതകഥാകീർത്തനദോസ്മി സാമ്പ്രതം ശ്രുത്വേതി തദ്വാക്യമതിപ്രസന്നാ പ്രേമാർദ്രചിത്താ ഹരിമൂചിരേ തേ. നാം ഈ കഥാകീർത്തനത്തിൽ സന്തുഷ്ടനാണ്.
നിങ്ങളെല്ലാം ആവശ്യമുള്ള വരങ്ങൾ ചോദിച്ചുകൊള്ളുവിൻ. ഇത് കേട്ട് അവരെല്ലാം അത്യന്തം സന്തുഷ്ടരായിട്ട് ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു. നഗാഹമ ഗാഥാസു ച സർവഭക്തൈരേഭിസ്ത്വയാ ഭാവ്യമിതി പ്രയത്നാത് മനോരഥോയം പരിപൂരണീയസ്തഥേതി ചോക്വാന്തരധീയതാച്യുത. ആ സപ്താഹയജ്ഞങ്ങളിൽ അങ്ങുന്ന് ഇപ്രകാരം ഭക്തന്മാരോടുകൂടെ എഴുന്നള്ളണമേ എന്നവർ അപേക്ഷിച്ചു. അവരുടെ അപേക്ഷയെ താൻ അംഗീകരിക്കുന്നുവെന്ന് അരുളി ചെയ്ത് ഭഗവാൻ അന്തർധാനം ചെയ്തു. തതോ നമത്തച്ചരണേഷു നാരദസ്തഥാശുഗാദീൻ അപി താപസാംശ്ച അഥ പ്രഹൃഷ്ടാഃ പരിനഷ്ടമോഹാഃ സർവേ പീതകഥാമൃതാസ്തേ. ശ്രീനാരദൻ ഭഗവാനെയും ശ്രീശുഗാദി മഹർഷിമാരെയും മറ്റും സങ്കല്പിച്ച് നമസ്കരിച്ചു. എല്ലാവരും വ്യാമോഹം നശിച്ചവരായും ആത്മാനന്ദം അനുഭവിച്ചവരായും ആ ഭാഗവതാഖ്യാനം കേട്ട് സന്തുഷ്ടരായിട്ടും അവിടെ നിന്ന് യാത്രയായി. ഭക്തിസ്തുതാഭ്യാം സഹരക്ഷിതാ സാ ശാസ്ത്രേ സ്വകീയേപി തദാ ശുഗേന അതോ ഹരിർഭാഗവതസ്യ സേവനാ ചിത്തം സമായാതി വൈഷ്ണവാനാം. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ശ്രീശുകൻ ഭാഗവതത്തിൽ ലയിപ്പിച്ചു. അതിനാൽ ഭാഗവതത്തെ ഉപാസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഭഗവാൻ പ്രകാശിക്കുന്നു. ദാരിദ്ര്യദുഃഖജ്വരദാഹിതാനം മായാപിശാചീ പരിമർദിതാനം സംസാരസിന്ധൗ പരിപാദിതാനം ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജതി. ദാരിദ്ര്യം, വേറെ ദുഃഖങ്ങള്, ജാതിരോഗങ്ങള് ഇത്യാദികളാ കഷ്ടപ്പെടുന്നവർക്കും മായ, ഭൂതപ്രേത പിശാചുക്കൾ മുതലായവയുടെ ബാധയുള്ളവർക്കും സംസാരത്തിൽ കിടന്നുഴലുന്നവർക്കും അവയിൽ നിന്നെല്ലാം മോചനം സിദ്ധിച്ച് ക്ഷേമം നൽകാമെന്ന് ഭാഗവതം ഉറച്ച സ്വരത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ശൗനക ഉവാച ശുകേനോക്തം കഥാ രാജ്ഞേ ഗോകർണേന കഥാ പുനഃ സുരശ്രയേ കഥാ ബ്രാഹ്മൈ ശ്ചിന്തി മേ സംശയം ത്വിമം. ശ്രീശുകൻ പരീക്ഷത്തിന് എപ്പോഴാണ് ഭാഗവതം ഉപദേശിച്ചത്, ഗോകർണന്റേത് എപ്പോഴാണ്, സനകാദികളുടേത് എപ്പോഴാണ് എന്ന സംശയം തീർത്തു തരുവാൻ ശൗനകൻ സൂതനോട് അഭ്യർത്ഥിച്ചു. 94-97 സൂത ഉവാച ആകൃഷ്ണ നിർഗമാത്രീംശദ്വർഷാധിക ഗതേ കലൗ നവമീതോ നഭസ്യേ ച കഥാരംഭം ശുകോ കരോത്. പരീക്ഷിത് ശ്രവണാന്തേ ച കലൗ വർഷശതദ്വയേ ശുദ്ധേ ശുചൗ നവമ്യാം ച ധേനുജോ കഥയൽ കഥാം. തസ്മാദപി കലൗ പ്രാപ്തേ 30 വർഷഗതേ സതി ഊചുരൂർജേ സിതേ പക്ഷേ നവമ്യാം ബ്രഹ്മണസുതാഃ. ഇത്യേതത്തേ സമാഖ്യാതം യത് പൃഷ്ടോഹം ത്വയാനഘ കലൗ ഭാഗവതീ വാർത്ത ഭവരോഗവിനാശിനി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണാനന്തരം 30 വർഷത്തിനു ശേഷം പൗഷ്ഠപദമാസത്തിലെ ശുക്ലപക്ഷ നവമി ദിവസം ആണ് ശ്രീശുകൻ ഭാഗവതം ആരംഭിച്ചത്. പരീക്ഷത്തിന്റെ കാലശേഷം കലിയുഗത്തിൽ 200 സംവത്സരം കഴിഞ്ഞ് ആഷാഢ ശുക്ലപക്ഷ നവമി ദിവസമാണ് ഗോകർണന്റെ സപ്താഹാരംഭം. അതിനുശേഷം 30 വർഷം കഴിഞ്ഞ് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ നവമി ദിവസമാണ് സനകാദികളുടെ സപ്താഹാരംഭം. അല്ലയോ പരിശുദ്ധാത്മാവായിട്ടുള്ള ശൗനക ഋഷേ, അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഇപ്രകാരം എന്നാൽ മറുപടി നൽകപ്പെട്ടു. കലികാലത്ത് ഭാഗവത പ്രസംഗമാണ് സംസാര രോഗത്തിനുള്ള പരിഹാരം. കൃഷ്ണപ്രിയം സകല കന്മഷനാശനം ച മുക്തേകഹേതുർമിഹ ഭക്തിവിലാസകാരി സന്തകഥാനകമിദം പിബദാദരേണ ലോകേഹി തീർത്ഥ പരിശീലന സേവയാ കിം. അല്ലയോ സജ്ജനങ്ങളെ, ഭാഗവത കഥ ശ്രീകൃഷ്ണന് പ്രിയങ്കരമാണ്. സകല മാലിന്യങ്ങളും അകറ്റും, മുക്തിക്കുള്ള ഏകമാർഗമാണ്, ഭക്തിയെ വികസിപ്പിക്കും. അപ്രകാരമുള്ള ഈ ഭാഗവത കഥ ആദരവോടെ ശ്രവണം ചെയ്യുവിൻ. ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തീർത്ഥസ്നാനങ്ങളെ കൊണ്ട് എന്ത് കാര്യം? സ്വപുരുഷമപി വീക്ഷ്യ പാശഹസ്തം വദതി യമഃ കില തസ്യ കർണമൂലേ പരിഹര ഭഗവത്കഥാസു മത്താൻ പ്രഭുരഹമന്യനൃണാം വൈഷ്ണവാനാം. തൻ്റെ ആ കിങ്കരന്മാരെ ജനങ്ങളെ നിഗ്രഹിക്കാൻ ഉദ്ദേശിച്ച് കയറുമായിട്ട് പുറപ്പെടുമ്പോൾ യമൻ അവരോട് രഹസ്യമായിട്ട് പ്രകാരം പറയും: മഹാവിഷ്ണുവിന്റെ ഭക്തന്മാരെ ഒഴിവാക്കണം, അവരുടെ മേൽ നമുക്ക് നിയന്ത്രണാധികാരമില്ല. വൈഷ്ണവരൊഴികെയുള്ളവരുടെ കാര്യത്തിൽ നാം തന്നെയാണ് ഏറ്റവും അധികാരം ഉള്ളവര്. അസാരേ സംസാരേ വിഷയവിഷസംഗാകുലധിയഃ ക്ഷണോർദ്ധം ക്ഷേമാർത്ഥം പിബദശുക ഗാഥാകുലസുധാം കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുൽസിതകഥേ പരീക്ഷിൽ സാക്ഷീയത് ശ്രവണഗത മുക്തിയുക്തികഥനേ. ഈ സംസാരം നിസ്സാരം അല്ല, വളരെ ഗൗരവ സ്വഭാവമുള്ളതാണ്. ജനങ്ങൾ വിഷയാസക്തിയാൽ മതിമറന്നു കഴിയുകയാണ്. അതിനിടയ്ക്ക് ക്ഷേമത്തെ ലാക്കാക്കിക്കൊണ്ട്
അല്പസമയം ഭാഗവത കഥാശ്രവണം ചെയ്യണം. അല്ലാതെ മറ്റു ഭൗതിക മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച ജീവിതം എന്തിനു വ്യർത്ഥമാക്കി കളയുന്നു? ഈ ഭാഗവത ശ്രവണം മുക്തിക്ക് ഉത്തമ സാധനമെന്നതിന് സാക്ഷിയായിട്ട് പരീക്ഷത്തുണ്ടല്ലോ. രസപ്രവാഹം സ്ഥേന ശ്രീശുകേനേരിതാ കഥാ കണ്ഠേ സമ്പദ്ധ്യതേന സ വൈകുണ്ഠ പ്രഭുർഭവേൽ. രസപ്രവാഹ ബഹുലവും ശുകോക്തവുമായിട്ടുള്ള ഭാഗവത കഥ ആരുടെ കണ്ഠത്തിലാണോ ചേരുന്നത് അവൻ വൈകുണ്ഠാധിപതിയോട് തുല്യനാകും. ഇതി ച പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപതി നിഗദിതം തേ ശാസ്ത്രപുഞ്ചം വിലോക്യ ജഗതി ശുകകഥാതോ നിർമ്മലം നാസ്തി കിഞ്ചിൽ പിബ പരസുഖഹേതോർദ്വാദശ സ്കന്ധസാരം. ഈ ഭാഗവത തത്വം പരമരഹസ്യമാണ്. എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരാംശം സംയോജിപ്പിച്ചാണ് ഭാഗവതം. അതിൻ്റെ മാഹാത്മ്യം ഇപ്രകാരമെന്ന് ഭഗവാന്മാരോട് പറഞ്ഞുവല്ലോ. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിൽ ശ്രീശുഖപ്രോക്തമായിട്ടുള്ള ഭാഗവതത്തോളം ശ്രേഷ്ഠമായിട്ട് വേറൊന്നുമില്ല. പരമാനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് 12 സ്കന്ധങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഭാഗവത സാരം ഗ്രഹിക്കൂ. ഏതാം യോ നിയതതയാ ശൃണോതി ഭക്തിയാ യശ്ചൈനാം കഥയതി ശുദ്ധവൈഷ്ണവാഗ്രേ തൗ സമ്യക് വിധികരണാത് ഫലം ലഭേത യാഥാർത്ഥ്യാന്നഹി ഭുവനെ കിമപ്യസാധ്യം. ഈ ഭാഗവത മാഹാത്മ്യം ഏകാഗ്രതയോടും മനഃശുദ്ധിയോടും ഭക്തിയോടും കൂടി ആരാണ് കേൾക്കുന്നത്, ആരാണ് വൈഷ്ണവരുടെ സമക്ഷം കീർത്തനം ചെയ്യുന്നത്, അവർ രണ്ടുപേരും ശ്രോതാവും വക്താവും ശ്രവണ കീർത്തനാദികൾക്കുള്ള വിധികൾ അനുസരിക്കുന്നവരാകയാൽ ഇതിൽ പറഞ്ഞ ഫലം അനുഭവിക്കും. അവർക്ക് ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ പ്രാപിക്കാൻ അസാധ്യമായത് യാതൊന്നുമില്ല. ഇത് ശ്രീപത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവത മഹാത്മ്യേ ശ്രവണവിധി കഥനം നാമ ഷഷ്ഠോധ്യായഃ സമാപ്തമിദം ശ്രീഭാഗവത മഹാത്മ്യം. ഹരി ഓം തത്സത്. അങ്ങനെ 103 ശ്ലോക സംഖ്യയുള്ള 6ാമത്തെ അധ്യായം കഴിഞ്ഞു. റിവിഷൻ എല്ലാവരും നല്ലപോലെ വായിച്ച് അർത്ഥങ്ങൾ ആവർത്തിച്ച് പഠിക്കാനും പറയാനും പഠിക്കുക. ഹരേ കൃഷ്ണ.